നരേന്ദ്രൻ, വാടക കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇന്ന് ചെപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമാണ് ഈ ബസ് സ്റ്റോപ്പ്. കോഴിക്കോട്ടെ മലയോര മേഖലയായ പള്ളിത്താഴത്താണ് നാട്ടുകാരുടെ ഈ പുതുപുത്തൻ ആശയം. ബസ് സ്റ്റോപ്പ് എന്നാൽ റോഡരികിൽ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴുമെന്ന മട്ടിൽ 4 മരക്കഷ്ണങ്ങളിൽ താങ്ങി നിൽക്കുന്ന ഒരു ഷെഡെന്നാണ് നമ്മുടെ ധാരണ. ഏറി വന്നാൽ 4 ഇഷ്ടിക തൂണുകളും ഒരു തകര ഷീറ്റും. എന്നാൽ കോഴിക്കോട്ടെ തോട്ടുമുക്കം പള്ളിത്താഴത്ത് സംഗതി അല്പം ഗൗരവത്തിലാണ്. 1500 രൂപ മാസവാടകയാണ് ഈ ബസ് സ്റ്റോപ്പിനായി നാട്ടുകാർ മുടക്കുന്നത്. കാശ് നൽകുന്നതല്ലേ, ഇത്തിരി നേരം വിശ്രമിക്കാം, വായ നോക്കാം എന്നൊക്കെ കരുതി നാട്ടിലെ ആണുങ്ങളാരും ബസ് സ്റ്റോപ്പിലേക്ക് പോകേണ്ട. ഈ ബസ് സ്റ്റോപ്പിലേക്കുള്ള പ്രവേശനം പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹാരം കാണണമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിത് രാജീവ് വിചാർ വേദി എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ ആദ്യ പ്രവർത്തനമായിട്ട് വെയിറ്റിംഗ് ഷെഡ് ഇവിടെ നിർമ്മിക്കാനോ അല്ലെങ്കിൽ അതിന് സ്ഥലം കിട്ടാനോ സ്ഥല ലഭ്യത ഇല്ലാത്തതുകൊണ്ട് വാടകയ്ക്ക് ഒരു റൂം എടുത്തുകൊണ്ട് അത് ആളുകൾക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന നിലയിൽ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. ബസ്സുകളിലെ സീറ്റ് സ്ത്രീകൾക്കായി റിസർവ് ചെയ്യാമെങ്കിൽ ബസ് സ്റ്റോപ്പും റിസർവ് ചെയ്തുകൂടെ എന്നാണ് നാട്ടുകാരുടെ നിഷ്കളങ്കമായ ചോദ്യം. മഴയുടെയും വെയിലിന്റെയും പൂവാലന്മാരുടെയും ശല്യമില്ലാതെ സ്ത്രീകൾക്ക് ചിന്തിരിക്കാവുന്ന ഈ ബസ് സ്റ്റോപ്പ് നാട്ടിലെങ്ങും ചർച്ചാ വിഷയമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.